ഈ ഒരു വീഡിയോയിൽ എങ്ങനെ സിമ്പിളായിട്ടൊരു അറ്റൻഡൻസ് മാർക്കർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് comlive.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.comlive.in comlive.in. ഇതിൽ ടെക് ഫോർ ടീച്ചേഴ്സ് പറയുന്ന മെനുവിൽ അറ്റൻഡൻസ് മാർക്കർ എന്ന ഈ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ എന്നൊരു ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇതൊരു ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് ആണ്. ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നതോടുകൂടെ ഈ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി നമ്മുടെ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മേക്ക് എ കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ കോപ്പി ഓഫ് അറ്റൻഡൻസ് മാർക്കർ എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ കഴിയും. നമുക്ക് ഏതെങ്കിലും ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ഏത് ഫോൾഡറിലാണോ നമുക്കിത് വേണ്ടത് ആ ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഫോൾഡറിലേക്ക് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്ത് ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ട് ഫയൽസ് ആണുള്ളത്. ഒന്ന് ഈ ഒരു ഗൂഗിൾ ഷീറ്റും വേറെ ഒരു വെബ് ആപ്പും ആണുള്ളത്. അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ 70 കുട്ടികളെ വരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലാണ് ഇതിൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മൾ വിദ്യാർത്ഥികളുടെ പേര് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ അടിച്ച് ചേർക്കാം. അതല്ലെങ്കിൽ എക്സൽ ഷീറ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു മെനുവിലൂടെ പോയി ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫയൽ വർക്ക് ചെയ്യുന്നത് ഇത്രയും സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഡിപ്ലോയ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ ഡിപ്ലോയ്മെൻറ്റ്, മാനേജ് ഡിപ്ലോയ്മെൻറ്റ്, ടെസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്നൊക്കെ കാണാം. നമുക്കിവിടെ ന്യൂ ഡിപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് നമ്മളൊരു വെബ് ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ നമുക്ക് അറ്റൻഡൻസ് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ C2A അറ്റൻഡൻസ് എന്ന് കൊടുത്തു. ഇവിടെ എക്സിക്യൂട്ട് ആസ് മീ നമ്മുടെ ഏത് ജിമെയിൽ അക്കൗണ്ടിലാണോ ഗൂഗിൾ അക്കൗണ്ടിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇമെയിൽ ID ആണ് ഇവിടെ ഉണ്ടാകുക. ഹു ഹാസ് ആക്സസ് എന്നുള്ളത് എനിവൺ എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ അതിന് ശേഷം ഡിപ്ലോയ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെബ് ആപ്പിന് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ ഉപയോഗിക്കാൻ പാടില്ല, ജിമെയിൽ ID ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ജിമെയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകളൊന്നും തന്നെ ഒന്നും ആക്സസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സേഫായത് നമ്മുടെ പേഴ്സണൽ അല്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമെയിൽ ആയിരിക്കണം. ഏത് ഇമെയിൽ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഓതറൈസ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ദെൻ അഡ്വാൻസ് എന്നുള്ള ഒരു വേർഡ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കീ ഉണ്ട്, ഒരു മെനു ഉണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഗോ ടു അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് എന്നുള്ള ഇതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് അൺസേഫ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എലോ എന്ന് കൊടുക്കാൻ കാണും. അടുത്ത സ്റ്റെപ്പ് ഈ എലോ എന്ന് കൊടുക്കുകയാണ്. എലോ എന്ന് കൊടുക്കുന്നതോടുകൂടെ
നമ്മുടെ വെബ് ആപ്പ് റെഡി ആയി വരികയാണ്. ഈ വെബ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ് ആപ്പിൻ്റെ URL ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെബ് ആപ്പിൻ്റെ ഈ ഒരു URL നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഈ ഒരു വെബ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ബ്രൗസറിൽ, ഫോണിൻ്റെ ബ്രൗസറിൽ നമുക്ക് ഉപയോഗിക്കാം, ലാപ്പിൻ്റെ ബ്രൗസറിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ആ ഒരു URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ നെയിം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ഓരോ ആളുടെ ആരൊക്കെയാണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോണിലാണെങ്കിലും ഫോണിൻ്റെ സ്ക്രീനിൽ നമുക്കിത് സെലക്ട് ചെയ്തെടുക്കാം. ദെൻ സേവ് അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഡേറ്റിൽ ഈ ഒരു അറ്റൻഡൻസ് ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ സേവ് ആയി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഈ ഒരു URL നമുക്ക് വാട്സപ്പിലൂടെ അയച്ച് നമ്മുടെ ഫോണിലുള്ള ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ഫോണിലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഫോണിലെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ബ്രൗസറിൻ്റെ 3 ഡോട്ട്സ്, ചില ബ്രൗസറുകളിൽ റൈറ്റ് സൈഡിൽ താഴെയാണ് ഉണ്ടാവാറുള്ളത്, ചിലതിൽ മുകളിലാണ് ഉണ്ടാവാറുള്ളത്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വിൻഡോ നമ്മുടെ ഹോം സ്ക്രീനിൽ സേവ് ആയി വരും. അപ്പോൾ നമ്മൾ വീണ്ടും വാട്സപ്പ് എടുത്ത് ഈ ഒരു ലിങ്ക് സെർച്ച് ചെയ്ത് അതിനോട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ആ ഹോം സ്ക്രീനിലുള്ള ഈ ഒരു ബ്രൗസറിൻ്റെ ഈ ഒരു ലിങ്കിൽ നേരിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ലിങ്ക് വാട്സപ്പിലൂടെ നമ്മുടെ ഫോണിലേക്ക് അയച്ച് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ആ ബ്രൗസറിൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ 2 ഷീറ്റുകളാണുള്ളത്. ഒന്ന് ഷീറ്റ് 1ഉം അതേപോലെ ഹോം ഷീറ്റും. അപ്പോൾ ഈ ഷീറ്റ് 1ലാണ് അറ്റൻഡൻസ് മാർക്കായി വരുന്നത്. അപ്പോൾ ഈ ഷീറ്റ് 1ൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റ് വൈസ് ആയിട്ട് ഓരോ മാസവും അത് സോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഒരു അറ്റൻഡൻസ് ആണ് മാർക്ക് ചെയ്തത്. ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെത് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ജൂലൈയിലുള്ള ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആബ്സെൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വന്നു. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് നമ്മൾ എത്ര പ്രാവശ്യം അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൗണ്ട് ചെയ്ത് വരും. അപ്പോൾ ഒരു ദിവസം 1 എന്ന തരത്തിലാണ് ഇത് കൗണ്ട് ചെയ്യപ്പെടുക. നമ്മൾ ഇന്നത്തെ ദിവസം ഒരു അറ്റൻഡൻസ് എടുത്തു, നാളെ എടുത്തു, അങ്ങനെ എല്ലാ ദിവസങ്ങളും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് കറക്റ്റ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ദിവസങ്ങളിൽ എടുക്കാൻ വിട്ടുപോയതോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എടുക്കേണ്ടി വന്നാലോ, ഒരു കുട്ടി ആദ്യം എടുക്കുന്ന സമയത്ത് ആബ്സെൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ പ്രസൻ്റ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് നേരിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 20 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 20 വേണമെങ്കിൽ നമുക്കിവിടെ നേരിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ ഫോർമുലകൾ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫോർമുലയിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഫോർമുലകൾ മാറിക്കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയലിൽ നിന്ന് വീണ്ടും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹോം ഷീറ്റ് മാത്രം അതിൽ നിന്നും Ctrl+A അടിക്കുക ആദ്യം. അതിനുശേഷം Ctrl+C അടിച്ച് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും Ctrl+V അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റിയ ഫോർമുല ഒക്കെ മാറി പുതിയ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വരും. എത്ര മാസമാണോ ഉള്ളത് മാസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഓരോ മാസത്തിൻ്റെയും കോളങ്ങളിലാണ് അത് അപ്ഡേറ്റ് ആയി വരിക. ഇവിടെ ഈ നിലവിലുള്ള ഈ എണ്ണം കഴിയുന്നതിനനുസരിച്ച് വീണ്ടും അഡീഷണൽ ആയിട്ട് എണ്ണം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം
ഈ ഒരു ഷീറ്റിൽ കുറേ ഫോർമുലകൾ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുലകൾ എറർ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് മൊബൈലിൽ ഈ ഒരു നേരത്തെ വെബ് ആപ്പിൻ്റെ ലിങ്ക് മൊബൈലിൽ ഷെയർ ചെയ്തിട്ട് ആ ലിങ്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. ഫോൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഷീറ്റിൽ ആ ഒരു അറ്റൻഡൻസ് മാർക്കായി വരുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റ് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പിന്നെ രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ഫയൽ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഇത് PDF ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇനി എക്സൽ ഫയലായിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ല ഈ ഫയൽ നേരിട്ട് അവർക്ക് രക്ഷിതാക്കൾക്ക് കാണുന്ന രൂപത്തിൽ വേണമെങ്കിലും ഈ ഫയൽ നേരിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ അതേപോലെ രക്ഷിതാക്കൾക്ക് ഷെയർ ചെയ്യപ്പെടും. ഇവിടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓതറൈസ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതിന് പകരം നമുക്ക് ഈ ലിങ്ക് ആർക്കാണോ ഉള്ളത് അല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും കാണാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് സെലക്ട് ചെയ്യാം. then ഇവിടെ വ്യൂവർ, കമന്റർ, എഡിറ്റർ എന്നുണ്ട്. എഡിറ്റർ എന്നാക്കാൻ പാടില്ല. എഡിറ്റർ എന്നാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ ഒരു ഫയലിൽ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ വ്യൂവർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഡൺ അടിക്കുക. ഇത് ആർക്കെങ്കിലും വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ ഒക്കെ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയി വരും. അതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു ഫയലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൂടെ നൽകുന്നതായിരിക്കും.